ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതുപോലെ എങ്ങനെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി PicsArt ഓപ്പൺ ആക്കുക. PicsArt ഓപ്പൺ ആക്കിയതിന് ശേഷം താഴെ കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. ഇനി ഇതിൽ നിന്നൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് ഡ്രോയിങ്ങിൽ കയറിയതിന് ശേഷം ആഡ് ഷേപ്പ് കൊടുക്കുക. ആഡ് ഷേപ്പ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഒരു സർക്കിൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫില്ല് കൊടുക്കുക, ദെൻ ഓക്കെ. ഇനി അടുത്തതായിട്ട് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുക. ഇനി വേണ്ട സൈസിൽ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ആഡ് ഫോട്ടോസിൽ കയറിയതിന് ശേഷം നമുക്ക് വേണ്ട ഫോട്ടോ ആഡ് ചെയ്യാം. ദെൻ ആഡ്. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോ ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കാം. ഇനി അതിന് ക്രോപ്പിൽ കയറിയതിന് ശേഷം വേണ്ട അത്ര ഭാഗം ക്രോപ്പ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് കട്ടൗട്ടിൽ കയറിയതിന് ശേഷം ആ പോർട്രേറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഫോട്ടോ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സൂം ചെയ്ത് നോക്കുക, നമ്മുടെ ഫോട്ടോയിലെല്ലായിടത്തും പെർഫെക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ആവാത്ത ഭാഗങ്ങളെല്ലാം വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി സേവ് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ സർക്കിളിൽ വേണ്ട അത്ര സൈസിൽ ഈ ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൽ ഫിൽറ്ററിൽ കയറിയതിന് ശേഷം ഓയിൽ പെയിന്റ് സെലക്ട് ചെയ്യുക. ഇനി അടുത്തതായിട്ട് സെറ്റിങ്സ് കയറിയതിന് ശേഷം ഓയിൽ പെയിൻറ്റ് സെറ്റിങ്സിൽ കയറിയതിന് ശേഷം ഈ എമൗണ്ടും ഫെയ്ഡും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. ഒരു എമൗണ്ട് ഞാൻ ഒരു 9 കൊടുത്തിട്ടുണ്ട്. ഫെയ്ഡും ഫുൾ 0 ആക്കിയിട്ടുണ്ട്. ദെൻ ഓക്കെ അടിക്കുക. നമ്മൾ വീണ്ടും ഫിൽറ്ററിൽ കയറിയതിന് ശേഷം മാജിക്കിൽ കയറിയതിന് ശേഷം ആദ്യമായിട്ട് ഫ്ലോറ ഫിൽറ്റർ സെലക്ട് ചെയ്യുക. ഇനി ഫ്ലോറ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കത് ഫുള്ള് ആക്കുക. നമുക്കതിൽ നിന്നൊരു ലൈറ്റ് ഒരു ഷെയ്ഡായിട്ട് മാത്രം മതി. ഇനി അടുത്തതായിട്ട് മൂൺ ലൈറ്റ് സെലക്ട് ചെയ്യുക. മൂൺ ലൈറ്റ് നമ്മളൊന്ന് ഫുള്ളാക്കുക. ഞാൻ ഇവിടെ ഒരു 76 ആക്കിയിട്ടുണ്ട്. ദെൻ ഓക്കെ അടിക്കുക. ഇനി അടുത്തതായിട്ട് ഇറേസിൽ കയറിയതിന് ശേഷം നമുക്ക് സർക്കിളിന് പുറത്തോട്ടുള്ള ഭാഗമെല്ലാം ഇറേസ് ആക്കി കളയാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓക്കെ അടിക്കാം. ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഇമേജ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.